ആമേൻ. അടുത്തിരിക്കുന്ന കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ യാത്ര പോകുകയാണ്. അവരിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോയപ്പം ഒരു മരുഭൂമി ഭാഗം വന്നു. അവിടെ ഇവർ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. ഒരു കൂട്ടുകാരൻ തൻ്റെ കൂടെയുള്ള കൂട്ടുകാരനെ അടിച്ചു. ഉടനെ അടികൊണ്ട ആ വ്യക്തി ഇങ്ങനെ മണലിൽ എഴുതി വെച്ചു, ഹിയർ മൈ ഫ്രണ്ട് സ്ലാപ്ഡ് മീ. ഇവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് എന്നെ അടിച്ചു. വീണ്ടും അവർ മുന്നോട്ട് നടന്നു പോയി. കുറച്ച് ദൂരം കഴിഞ്ഞു പോയപ്പോൾ ഒരു ചെറിയൊരു കുളം കണ്ടു. ഈ അടികൊണ്ട സുഹൃത്ത് ആ വെള്ളം കണ്ടപ്പോൾ ആ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി, കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷേ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ആഴത്തിലേക്ക് മുങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ അടിച്ച സുഹൃത്ത് ഓടി വന്ന് ഈ മനുഷ്യനെ പിടിച്ചു കയറ്റി. എന്നിട്ട് അപ്പോൾ തന്നെ ഈ അടികൊണ്ട സുഹൃത്ത് തൻ്റെ ബാഗിൽ നിന്നും ഒരു ഉളിയെടുത്ത് അടുത്ത് കണ്ടൊരു പാറയിൽ ഇങ്ങനെ കൊത്തിവെച്ചു, ഹിയർ മൈ ഫ്രണ്ട് സേവ്ഡ് മീ. ഉടനെ ഈ അടിച്ച സുഹൃത്ത് അടികൊണ്ട സുഹൃത്തിനോട് ചോദിച്ചിട്ടാ, നീ എന്താ ഇങ്ങനെ ചെയ്തേ? ഞാൻ നിന്നെ അടിച്ചപ്പോൾ നീ മണലിൽ എഴുതി വെച്ചു, ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ പാറയിൽ കൊത്തിവെച്ചു. ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതത്തിൽ വന്ന പരാജയങ്ങളൊക്കെ മണലി മതി, അത് കാറ്റ് കൊണ്ടുപോകട്ടെ. പക്ഷെ ദൈവം തന്ന ചില അനുഗ്രഹങ്ങൾ എനിക്കത് പാറയിൽ കൊത്തിവെക്കണം. ഇന്ന് പകൽവേളയിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം തന്ന നന്മകളെ നീ പാറയിൽ കൊത്തിവെക്കണം. മറ്റൊരൊക്കെ അത് കൊണ്ടുപോകട്ടെന്ന്. നിന്നെ നിന്ദിച്ചവനെ നോക്കി അനുഗ്രഹിക്കാൻ നീ പഠിക്കണം. നിന്നെ പരിഹസിച്ചവനെ നോക്കി ബ്ലസ് ചെയ്യാൻ പഠിക്കണം. നിന്നെ പരിഹസിച്ചവനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് പറയണം, ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട്.